friends, assalamu alaikum. Welcome back to my YouTube channel. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റ് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല 4 മണി പലഹാരമാണ് ഈ സ്നാക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ വരും, അതുകൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ സ്വാദിഷ്ടമായ വെജിറ്റബിൾ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്, ബീട്രൂട്ട് അതുപോലെ ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്, ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തത് 1/2 കപ്പ്, പിന്നെ 2 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേണം. പിന്നെ വേണ്ടത് ഒരു വലിയ സവാളയാണ് ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അല്പം കറിവേപ്പില കൂടി വേണം. ഇനി നമുക്ക് ഈ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം, കൂടെ സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അല്പം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട്, ക്യാരറ്റ്, ക്യാബേജ് ഇവ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണം. ഇതിപ്പോൾ ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ലവണ്ണം ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പം തണുക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാലയൊക്കെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ഒരു അച്ചുണ്ട്. ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ചതുര ഷേപ്പിലോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുക. ശേഷം നമ്മുടെ കട്ട്ലറ്റിൻ്റെ പാത്രം ഇതുപോലെ ഒന്ന് എടുത്തു മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അധികം പേർക്കും അറിയായിരിക്കും. എങ്കിലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ അറിയാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇപ്പോൾ മുഴുവൻ കട്ട്ലറ്റും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എഗ്ഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം
ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ലൂസായ ഒരു ബാറ്ററായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കൂടാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട്ലറ്റ് ആദ്യം മൈദ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവൻ കട്ട്ലറ്റും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ അല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ പുറം വശം മാത്രമേ കുക്കാകാനുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു വശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് കുക്കായി കിട്ടും. 1 മിനിറ്റ് മാത്രം മതി. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് ഒരു വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഈ കട്ട്ലറ്റ് എല്ലാ വശവും നല്ലവണ്ണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക് യു.